വിനീത് വെളിയിൽ നിന്ന് എവിടുന്നോ വരിക, ദുബായിന്നോ അബുദാബിന്നോ എവിടുന്നോ ഷോ കഴിഞ്ഞിട്ട് വരിക. അപ്പം വടക്കൻ സെൽഫിയുടെ കമ്പോസിങ് ഒക്കെ പിന്നെ കൊച്ചിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയം വിനീത് എന്നോട് പറഞ്ഞു, എടാ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടാം 2-3 ദിവസം. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പം ഞാൻ എൻ്റെ എക്വിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിക്കകത്തിട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് വണ്ടി ഓടിച്ചു പോയി. എല്ലാം അവൻ്റെ വീട്ടിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ദിവ്യ ഉണ്ട്. ഞാൻ പറഞ്ഞു ദിവ്യ ഏതാണ് എൻ്റെ റൂം, സ്ഥിരം റൂം. ഓക്കെ, അവിടെ ചെന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇവൻ വന്നു. ഇവന് ഫ്ലൈറ്റിൽ കയറ്റിയാൽ പ്രശ്നമാണ്. ഫ്ലൈറ്റിൽ നിന്നാണ് ഇവന്റെ എഴുത്ത് മുഴുവൻ നടക്കണേ. ഫ്ലൈറ്റിൽ നിന്നാണ്, കാരണം ആ ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക. ആരും അങ്ങനെ ഒരു സെക്ലൂഡഡ് സ്പേസിലായിരിക്കും അവൻ കൂടുതലും എഴുതുന്നുണ്ടാവുക. ഇപ്രാവശ്യവും അവന്റെ പുതിയ പടത്തിലും അവൻ ഫ്ലൈറ്റിൽ നിന്ന് എന്താണ്ടൊക്കെയോ ആണ് എഴുതിയത്. അപ്പം അവൻ വന്നിട്ട് പറഞ്ഞു, അളിയ ഞാൻ 2 പാട്ടിന്റെ ഇങ്ങനെ 2 ഷീറ്റ് പേപ്പർ ഇങ്ങനെ അടിച്ചിട്ട്, അളിയ ഇതാ സോങ് നമ്പർ 1, സോങ് നമ്പർ 2 2 ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഇത് എഴുതി ട്യൂൺ ചെയ്യാനാണോ? അപ്പൊ വിനീതിന്റെ പടങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ഭയങ്കര സുഖമുള്ള ഒരു നോവൽറ്റിയാണ് ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സിന് ആദ്യം ട്യൂൺ കേൾക്കുക, എന്നിട്ട് എഴുതുന്നത്. ഇത് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പ്രജിത്തേട്ടനാണ് ഡയറക്ടർ. പ്രജിത്തേട്ടൻ എന്ന് പറയുന്നത് വിനീതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, പുള്ളിയുടെ ഫസ്റ്റ് പടം. അങ്ങനെ ഞാൻ പറഞ്ഞു, എടാ അപ്പൊ പ്രജിത്തേട്ടന് നീ ഇത് അയച്ചു കൊടുക്കണ്ടേ, പ്രജിത്തേട്ടന് ഇതൊക്കെ ഇഷ്ടാവും, നീ പഠിക്കണ്ട, നീ ട്യൂൺ ചെയ്. ഞാൻ ഇത് കണ്ടിട്ട് എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല, മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂല, ജീവിതം ഒരു മരണമാസ് ഞാൻ അതിൽ കൊലമാസ്. ഇങ്ങനെ തന്നല്ലേ, ഇങ്ങനെ തന്നാ. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാ ട്യൂൺ ചെയ്യാ? നീ ട്യൂൺ ചെയ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ടഫാണ്, അടുത്ത പാട്ട് ട്യൂൺ ചെയ്തിട്ട് മെല്ലെ ഇത് ചെയ്യാം. 2ാമത്തെ പാട്ട് കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിത്താബും കിട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വടക്കായി വടക്കും തെക്കും നടന്ന് നടു ഓടിക്കും. എന്ത് മെനക്കേടല്ലേ ഇവർക്ക്. സൂപ്പർ കേട്ടോ. ഞാനിങ്ങനെ അപ്പൊ ഇത് ഏതിൽ തുടങ്ങിയാലും അപകടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്നെ തല്ലേണ്ടമ്മാവയില് തുടങ്ങാം. അങ്ങനെ ട്യൂൺ ചെയ്തൊരു പാട്ടാണ് എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ. അടിപൊളി, കാലക്കി.